പാലക്കാട് ഭാരതരി വിതരണത്തിനെതിരെ പരാതി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ പാലക്കാട് ഭാരതരി വിതരണം നടത്താൻ ശ്രമമെന്ന് സിപിഐഎം ജില്ലാ കളക്ടർക്ക് സിപിഐഎം പരാതി നൽകി. സച്ചിൻ വള്ളിക്കാട് പാലക്കാട് നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സച്ചിൻ, സംസ്ഥാനത്തുടനീളം ഈ നിലയ്ക്ക് നിരവധി പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് ബിജെപിക്കെതിരെ പരാതി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴെന്താണ് പാലക്കാട് നിന്നുള്ള വിവരങ്ങൾ? കാവ്യ, പാലക്കാട് ഇന്ന് രാവിലെ 8 മണിക്ക് കൊടുമ്പ ജംഗ്ഷനിൽ വെച്ച് പാലക്കാട്ടെ ബി.ജെ.പി. സ്ഥാനാർത്ഥി എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഭാരത് അരി വിതരണം ചെയ്യാനുള്ള പദ്ധതിയായിരുന്നു ഇന്ന് രാവിലെ പ്ലാൻ ചെയ്തത്. ഇത് CPM അറിഞ്ഞു. ഇതിന്റെ ഭാഗമായിട്ട് CPM പ്രവർത്തകർ ഇത്തരത്തിൽ വിതരണം തടയുകയാണ് ഉണ്ടായത്. മാത്രമല്ല, ഈ വിതരണവുമായി ബന്ധപ്പെട്ട് ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നും ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വരണാധികാരിക്ക് കൂടിയായിട്ടുള്ള പാലക്കാട് ജില്ലാ കളക്ടർക്ക് CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗം നിതിൻ കണച്ചേരി പരാതിയും നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് പാലക്കാട് BJPയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഭാരത് അരി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സംസ്ഥാനത്തെ റേഷൻ കടകളിലേക്കുള്ള അരി വിതരണം അടക്കം കേന്ദ്ര സർക്കാർ തടഞ്ഞിരുന്നു. ഈ അരിയാണ് ഭാരത് അരി എന്ന ലേബലിൽ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ പറ്റിക്കുവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു ഭാരത് അരി വിതരണവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ചട്ടലംഘനം കൂടിയാണ് ഇന്ന് പാലക്കാട് നടക്കാൻ വേണ്ടിയിരുന്നത്. ഇതാണ് CPMന്റെ കൃത്യമായ ഇടപെടലിലൂടെ തടയാൻ വേണ്ടി സാധിച്ചത്. കാവ്യ, ഗുരുതരമായ പെരുമാറ്റച്ചട്ട ലംഘനം പാലക്കാട് നടക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ റിപ്പോർട്ടായി പുറത്തുവരുന്നത്. ജില്ലാ കളക്ടർക്ക് ഇപ്പോൾ ഭാരതരി വിതരണവുമായി ബന്ധപ്പെട്ട് CPIM പരാതി നൽകിയിട്ടുണ്ട്. സച്ചിൻ വള്ളിക്കാടാണ് വിശദാംശങ്ങൾ നൽകിയത്.